Okay. Hello, good morning students. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ലോസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. 5 നിയമങ്ങൾ ഞാൻ പറഞ്ഞു. അതിന് എക്സാമ്പിൾ സഹിതം ഞാൻ പറഞ്ഞു. നിങ്ങൾ കൃത്യമായി വീട്ടിൽ പോയി നോക്കണം. നോക്കിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ എക്സാമ്പിൾ സഹിതം നിങ്ങൾ നോക്കിക്കോളണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വരുന്നത്. 2 ടേംസുകൾ നമ്മൾ പഠിക്കുന്നു. 2 ടേംസിൻ്റെ പേര്. ഫസ്റ്റ് വൺ AMU. AMU മീൻസ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് AMU എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ 1/12 മാസ് ഓഫ് 1 കാർബൺ. ഒരു കാർബണിൻ്റെ എത്ര മാസാണ്? 1/12 മാസിനെ കുറിച്ച് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് AMU എന്ന് പറയും. ഇപ്പോൾ AMU എന്ന് പറയുന്ന സാധനം പണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. ഇന്ന് AMU എന്ന് പറയുന്ന സാധനമില്ല. അതിന് പകരം യു എന്ന് പറയുന്നൊരു സാധനമാണുള്ളത്. യുവിന് പറയുന്ന പേര് യൂണിഫൈഡ് മാസ് എന്നാണ്. ഇപ്പോൾ ക്ലോറിൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കാണുകയാണ്. ക്ലോറിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 35.5 എന്ന് കഴിഞ്ഞിട്ട് യുവും കൂടി കാണും. എന്താണ് യു എന്ന് പറഞ്ഞാൽ? യൂണിഫൈഡ് മാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ടേം? ഇമ്പോർട്ടൻ്റ് ആണ്. AMU. AMU മീൻസ് എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. മറക്കരുത്, അറ്റോമിക് മാസ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേമാണ് ആവറേജ് അറ്റോമിക് മാസ്. എന്താണ് ആവറേജ്? നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. ആവറേജ് അറ്റോമിക് മാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു എലമെൻസിന് ഒരു ഐസോടോപ്പ് മാത്രമല്ല. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻസിന് 3 ഐസോടോപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള പീരിയോഡിക് ടേബിളിലുള്ള എലമെൻ്റാണ് ടിൻ. അറ്റോമിക നമ്പർ 50 ഉള്ളൊരു മൂലകമാണ് ഏറ്റവും കൂടുതൽ ഐസോടോപ്പുള്ള. ഞാൻ പറഞ്ഞത് ഒരു മൂലകത്തിന് ഒന്നിൽ കൂടുതൽ ഐസോടോപ്പുകൾ വരാം. ആ ഐസോടോപ്പുകളുടെ മാസിനെ നമ്മൾ എന്തിൽ പറയുന്നു? ആവറേജിൽ പറയുന്നു. അതിന് പറയുന്ന പേരാണ് ആവറേജ് അറ്റോമിക് മാസ്. അപ്പോൾ ഐസോടോപ്പുകളുടെ മാസിനെ നമ്മൾ എന്തിലായിരിക്കും പറയുന്നത്? ആവറേജിലാണ് പറയുന്നത്. അതിന് വിളിക്കുന്ന പേരാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന്. അപ്പോൾ എന്താണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഓൾ എലമെൻറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ഐസോടോപ്പ്. ഓൾമോസ്റ്റ് all elements consist of isotope, so their mass is expressed as an average. അതിൻ്റെ മാസിനെ എന്തിനാണ് നമ്മൾ പറയുന്നത്? ആവറേജിൽ. ഞാൻ 2 എക്സാമ്പിളുകൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. ക്ലോറിൻ മാസ് 35, അതിൻ്റെ പെർസെൻറ്റേജ് 75%. രണ്ടാമത്തെ ഐസോട്ടോപ്പാണ് ക്ലോറിൻ 37, അതിൻ്റെ പെർസെൻറ്റേജ് 25. എങ്ങനെയാണ് ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ ഇതിൻ്റെ അറ്റോമിക മാസിനെ 35 ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് കൊണ്ട് ഗുണിക്കുക. പ്ലസ് നെക്സ്റ്റ് ഏതാ? അടുത്തതിൻ്റെ 37 ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ എത്രയാണ്? എത്ര പെർസെൻറ്റേജിലാണ് നമ്മൾ പറയുന്നത്? ടോട്ടൽ എത്ര പെർസെൻറ്റേജാണ്? 100%. ദാറ്റ് ഈസ് ഈക്വൽ ടു 35.5 ആണ് ഇതിൻ്റെ ആവറേജ് അറ്റോമിക് മാസ്. ക്ലോറിൻ എന്ന് പറയുന്ന ഐസോടോപ്പിൻ്റെ ആവറേജ് അറ്റോമിക് മാസ് എത്രയാണ്? 35.5 യു. ഞാൻ നേരത്തെ പറഞ്ഞു വാട്ട് ഈസ് യു? യൂണിഫൈഡ് മാസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഒന്നാമത്തെ എക്സാമ്പിൾ ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ബോറോൺ. ബോറോണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 10. അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 11%. സെക്കൻഡ് ഐസോടോപ്പാണ് 11. അടുത്ത എത്രയാണ്? അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 89%. 89%. ഓക്കെ, 89% ആകുമ്പോൾ നമുക്കെങ്ങനെ പറയാം? 10 ഇൻറ്റു 11 പ്ലസ് 11 ഇൻറ്റു 89 ഡിവൈഡഡ് ബൈ എത്രയാണ്? 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 10.89 ആണ് ബോറോണിൻ്റെ ആവറേജ് അറ്റോമിക് മാസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്
പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ 2 എലമെൻറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ അറ്റോമിക മാസ് തരും, അതിൻ്റെ പെർസെൻറ്റേജും തരും. അതുപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് അറ്റോമിക് മാസ്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. ഒരിക്കൽ കൂടെ പറയാം, 2 ടേംസ് ആണുള്ളത്. എന്താണ് ആ ടേംസിൻ്റെ പേരുകൾ? ഫസ്റ്റ് വൺ AMU. AMU മീൻസ് എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. സെക്കൻഡ് വൺ എന്താ? ആവറേജ് അറ്റോമിക് മാസ് യൂണിറ്റ്. എന്താണ് ആവറേജ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? ഓൾമോസ്റ്റ് all elements consist of isotope, so their mass is expressed as an average. അതിൻ്റെ മാസിനെ നമ്മൾ എന്തിനാണ് പറയുന്നത്? ആവറേജിലാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സംശയമില്ലല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്ക് തന്നെ. അതിന് പറയുന്ന പേര് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ്. എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ, ഒരു ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എലമെൻസിൻ്റെ അറ്റോമിക മാസിൻ്റെ സം ആണ് മോളിക്കുലാർ മാസ്. എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്? ഏത് കോമ്പൗണ്ടാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എലമെൻസിൻ്റെ അറ്റോമിക മാസിൻ്റെ സം ആണ് എന്തെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. വാട്ടർ. ഓക്കെ, വാട്ടറിൽ ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കുഞ്ഞു ക്ലാസ്സിൽ 1 ആണ്. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് 1 ആണെങ്കിലും അതിന് വേറൊരു മാസും കൂടിയുണ്ട്. ഓർത്ത് വയ്ക്കുക, 1.008. ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് എത്ര? ചിലപ്പോൾ എക്സാമിന് ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 1.008 ആയിരിക്കും വരുന്നത്. എങ്കിൽ അത് വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഓക്സിജൻ്റെ അറ്റോമിക മാസ് എത്രയാണ്? 16. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിൻ്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മോളിക്കുലാർ മാസ്? അത് ഇതിനകത്ത് എത്ര ഹൈഡ്രജൻ ഉണ്ട്? അപ്പോൾ 2 ഇൻറ്റു ഹൈഡ്രജൻ്റെ മാസ് എത്രയാ? 1 പ്ലസ് ഓക്സിജൻ. എത്ര ഓക്സിജൻ? ഒരു ഓക്സിജൻ. 1 ഇൻറ്റു 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 18 U. U മീൻസ് എന്താ? യൂണിഫൈഡ് മാസ്. അപ്പോൾ വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 18 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്തൊരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് എക്സാമ്പിൾ നമ്പർ 1, ഇത് എക്സാമ്പിൾ നമ്പർ 2. H2SO4. എന്താണ് H2SO4? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1, സൾഫർ അറ്റോമിക നമ്പർ 32, ഓക്സിജൻ അറ്റോമിക നമ്പർ 16. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 ഇൻറ്റു 1, സംശയമില്ലല്ലോ, പ്ലസ് 1 ഇൻറ്റു 32 പ്ലസ് 4 ഇൻറ്റു 16. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ 2 ഇൻറ്റു 1 എത്രയാ? 2 പ്ലസ് 32 പ്ലസ് 64. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 98 U. U മീൻസ് യൂണിഫൈഡ് മാസ്. 98 ആണ്. ഓക്കെ, അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 98. ഓക്കെ, അടുത്തൊരു എക്സാമ്പിളും കൂടി ചെയ്യാം. എക്സാമ്പിൾ നമ്പർ 3, HNO3. HNO3 എന്താണ്? നിങ്ങൾ കേട്ട് കാണും, നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡിൽ ഹൈഡ്രജൻ്റെ മാസ് നമുക്കറിയാം 1 ആണ്. നൈട്രജൻ എത്രയാണ്? 14. ഓക്സിജൻ എത്രയാണ്? 16. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 14 പ്ലസ് 3 ഇൻറ്റു 16 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 1 പ്ലസ് 14 പ്ലസ് എത്ര? 48 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 63. ഓക്കെ, സംശയമില്ലല്ലോ? ഓക്കെ, 3 എക്സാമ്പിൾസാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? വാട്ടർ മോളിക്യൂളായി, സൾഫ്യൂരിക് ആസിഡായി, നൈട്രിക് ആസിഡ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ
അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ടോപ്പിക്കുകളെല്ലാം പ്രോബ്ലം പാർട്ടുകളാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി അറിയണം. അവിടെയൊക്കെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കേണ്ട സ്ഥലങ്ങൾ വരും. അപ്പോൾ ഡയറക്റ്റായിട്ട് ചിലപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ച് പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മോളിക്കുലാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഏത് കോമ്പൗണ്ടാണോ തന്നിട്ടുള്ളത് അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള എലമെൻസിൻ്റെ അറ്റോമിക മാസ്, അറ്റോമിക നമ്പറല്ല, അറ്റോമിക മാസിൻ്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ 3 ടേമുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് 3 ടേംസുകൾ? ഫസ്റ്റ് വൺ എന്താ? അറ്റോമിക് മാസ് യൂണിറ്റാണ്. സെക്കൻഡ് വൺ എന്താ? റിലേറ്റീവ് അറ്റോമിക് മാസ്. എന്താ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ? ഒരിക്കൽ കൂടെ പറയാം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 കൊല്ലത്തിന് മുമ്പുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്. എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് ചോദിച്ചാൽ, ഓൾമോസ്റ്റ് all elements consist of isotope, so their mass is expressed as an average. അതിൻ്റെ മാസിനെ നമ്മൾ എന്തിൽ എക്സ്പ്രസ് ചെയ്യുന്നു? ആവറേജിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയും. ഓക്കെ, സംശയമില്ലല്ലോ? ക്ലിയർ? ഇനി നമ്മൾ ഒരു കാര്യം കൂടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കേണ്ട, അത് ഫിസിക്സിലും പഠിക്കാനുള്ളതാണ്, എന്നാലും ഞാൻ പറയാം. ഓക്കെ, ആ ടേമിൻ്റെ പേര് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്നാണ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ പടം വരയ്ക്കാനുള്ള കാര്യമല്ല. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഈസ് എ മീനിങ് ഫുൾ ഡിജിറ്റ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മീനിങ് ഫുൾ ഡിജിറ്റിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയും. അപ്പോൾ ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ പറയണമെങ്കിൽ നമുക്ക് ചില കണ്ടീഷൻസ് അറിയണം. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിക്കോളണം, 5684 എന്ന് പറയുന്നൊരു ഡിജിറ്റ്. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് 0 ഉണ്ടോ? ഇല്ല. 1 2 3 4. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഓക്കെ, സംശയമില്ലല്ലോ? അപ്പോൾ എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്ന? ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 0 അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്ന എക്സാമ്പിൾ നോക്കുക, 0.0468. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്ന ഒരു നോൺ സീറോ ഡിജിറ്റിന് ഫ്രണ്ടിൽ വരുന്ന 0, റൈറ്റ് സൈഡിൽ വരുന്ന 0. ഇപ്പോൾ 0.0468 എന്നാണ് പറയുന്നത്. ഈ നോൺ സീറോ ഡിജിറ്റിന് ഫ്രണ്ടിൽ വരുന്ന 0 എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? ഇവിടെ കുറേ സീറോകളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ അതൊന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. എന്താ? 1 2 3. അപ്പോൾ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ നോൺ സീറോ ഡിജിറ്റിന് മുന്നിൽ വരുന്ന 0 എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് കണ്ടീഷൻ പറയുന്ന 0 അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ എഴുതിയത് 5684. എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് 0.0468. അപ്പോൾ ഈ 0ക്ക് ശേഷമാണ് ഒരു നോൺ സീറോ അല്ലാത്ത ഒരു ഡിജിറ്റ് വരുന്ന 4 എന്ന് പറയുന്നത്. ആ 4ന് മുന്നിലുള്ള 0 എന്താക്കി കൂട്ടത്തില്ല? സിഗ്നിഫിക്കൻ്റ് ആക്കി കൂട്ടത്തില്ല. അപ്പോൾ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഇനി മൂന്നാമതൊരു ഞാൻ കണ്ടീഷൻ പറയാം. ഇപ്പോൾ 30486 എന്ന് പറയുന്നൊരു ഡിജിറ്റ് എഴുതി. ഇത് നോക്കുക, ഈ എക്സാമ്പിൾ നോക്കുക, ഈ 2 ഡിജിറ്റുകൾ നോക്കുക. ഈ 2 ഡിജിറ്റുകളും നോൺ സീറോ ഡിജിറ്റാണ്. ഈ 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലാണ് 0 വന്നേക്കുന്നത്.
രണ്ട് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലാണ് സീറോ വന്നേക്കുന്ന. ആ സീറോയ്ക്ക് എന്തുണ്ട്? വാല്യൂ ഉണ്ട്. ആ സീറോ എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1 2 3 4 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ ഓരോന്നും കൃത്യമായി നോക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞ സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അത് ഫസ്റ്റ് കണ്ടീഷനിൽ വന്നേക്കുന്ന അതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടായിരുന്നു? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കണ്ടീഷനിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു നോൺ സീറോ ഡിജിറ്റിന് ഫ്രണ്ടിൽ വരുന്ന സീറോ എന്തല്ല? സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് രണ്ട് നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ സീറോ ഉണ്ട്. രണ്ട് നോൺ സീറോ, ഇപ്പോൾ 405 ആ സീറോയ്ക്ക് വാല്യൂ ഇല്ലേ? ആ സീറോയ്ക്ക് വാല്യൂ ഉണ്ട്. അതെന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര ടോട്ടൽ സിഗ്നിഫിക്കൻ്റ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഇനി നാലാമത്തെ കണ്ടീഷൻ പറയുന്നു, നോക്കുക. 1 0 0 0 ഒരു നോൺ സീറോ ഡിജിറ്റിന് ശേഷം എത്ര സീറോ വന്നാലും, ഇപ്പോൾ ഒരു നോൺ സീറോ ഡിജിറ്റാണ് 1, അതിനുശേഷം എത്ര സീറോ വന്നാലും അതിനെന്തില്ല? വാല്യൂ ഇല്ല. അപ്പോൾ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മാത്രമേ കാണുള്ളൂ? 1 മാത്രമേ കാണൂ. അടുത്തൊരു കണ്ടീഷൻ നോക്കുക. ഇതുമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഉള്ളതാണ്. 1 0 0 പോയിൻ്റ് എന്ന് പറഞ്ഞു. പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഇതിനിടയിലുള്ള സീറോയ്ക്ക് എന്തുണ്ട്? വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള, ഞാനിവിടെ 1000 എഴുതി. 1000-ൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഒന്നിന് ശേഷം വരുന്ന സീറോയ്ക്ക് വാല്യൂ ഇല്ല. പക്ഷേ ഒന്നിന് ശേഷം സീറോ വന്നതിന് ശേഷം അവിടെ എവിടെയെങ്കിലും പോയിൻ്റ് വരികയാണെങ്കിൽ അതിനിടയിൽ വരുന്ന സീറോ എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 അപ്പോൾ ഇതൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ സാധ്യത. 100 കഴിഞ്ഞിട്ടൊരു പോയിൻ്റ്, 100 കഴിഞ്ഞിട്ട് പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ ആ സീറോ വാല്യൂ ആണ്. അപ്പോൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ മീൻസ് ഇറ്റ് ഈസ് എ മീനിങ് ഫുൾ ഡിജിറ്റ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മീനിങ് ഫുൾ ഡിജിറ്റാണ്. അത് പറയണമെങ്കിൽ ചില കണ്ടീഷൻസുകളാണ് ഞാൻ താഴോട്ട് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. സീറോ അല്ലാത്ത എല്ലാ ഡിജിറ്റുകളും എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 5 6 8 4. ദാറ്റ് ഈസ് 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഓക്കെ. അടുത്ത വരുന്നൊരു കണ്ടീഷൻ പറയുന്നത് 0.0468. ഇവിടെ സീറോയ്ക്ക് ശേഷം നോൺ സീറോ ഡിജിറ്റുകളാണ്, സീറോ ഡിജിറ്റ് അല്ല. അപ്പോൾ ആ നോൺ സീറോ ഡിജിറ്റിന് മുന്നിൽ വരുന്ന സീറോയ്ക്ക് എന്തില്ല? വാലിഡിറ്റി ഇല്ല. അത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ. അടുത്ത മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് രണ്ട് നോൺ സീറോ ഡിജിറ്റിന് ഇടയിൽ സീറോ വന്നാൽ, ഓർക്കുക 3 0 4 ഇതിനിടയിലാണ് സീറോ വന്നേക്കുന്നത്. ഈ സീറോയ്ക്ക് വാലിഡിറ്റി ഉണ്ട്. അത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ എത്ര സിഗ്നിഫിക്കൻ്റ് ആയി? 1 2 3 4 5 സിഗ്നിഫിക്കൻ്റ് ആയി. അടുത്ത വരുന്നത് ഒരു നോൺ സീറോ ഡിജിറ്റിന് ശേഷം കുറേ സീറോ വരുന്നു. ആ സീറോയ്ക്കൊന്നും വാലിഡിറ്റി ഇല്ല. അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. ഇനി 100-ന് ശേഷം ഒരു പോയിൻ്റ് വരുന്നു. ആ പോയിൻറ്റിൻ്റെ ഇടയിലുള്ള സീറോ എന്തായിരിക്കും? സിഗ്നിഫിക്കൻ്റ് ആണ്. 100 പോയിൻറ്റിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗറിനെ കുറിച്ച് നമുക്ക് പറയണം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇന്ന് പറഞ്ഞ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം, AMU. ക്ലിയർ ആയല്ലോ? AMU മീൻസ് എന്താ? അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. സെക്കൻഡ് വൺ എന്താ? റിലേറ്റീവ് അറ്റോമിക് മാസ്, ആവറേജ് അറ്റോമിക് മാസ് യൂണിറ്റ്. അത് ഞാൻ പറഞ്ഞപ്പോൾ 2 എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു. ക്ലിയർ ആയല്ലോ? അതിനുശേഷം ഞാൻ പറഞ്ഞത് മോളിക്കുലാർ മാസിനെ കുറിച്ചാണ് പറഞ്ഞത്. എങ്ങനെയാണ് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ. ഫോർത്ത് ടൈം ഞാൻ പറഞ്ഞത് സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണ്. എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടുപിടിക്കുന്നത്? നമുക്ക് എക്സാമിന് കുറേ ഇങ്ങനെ തന്നേക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10846, അടുത്ത രണ്ടാമത്തത് 4567, അടുത്തത് 0.0046, അടുത്തത് 100, അടുത്തത് 100.46. ഇത്ര തന്നേക്കും.
ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് 5 എക്സാമ്പിളും കൂടെ ഞാൻ എടുക്കാം. 10846 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഇടോ? എത്ര എണ്ണമാണ്? ഈ സീറോയ്ക്ക് വാല്യൂ ഇല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതിൽ നോക്കി എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 1 2 3 4 എത്ര എണ്ണം ഉണ്ട്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഓക്കെ, ഇത് നോക്കിക്കേ, 0.0046 ഈ സീറോ വാല്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്ര എണ്ണമേ ഉള്ളൂ? 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അല്ലേ ഉള്ളൂ. ഓക്കെ, അടുത്ത നോക്കിക്കേ, 100 ഇത് നോൺ സീറോ ഡിജിറ്റാണ്, അതിനുശേഷം വരുന്ന സീറോ പരിഗണിക്കോ? ഇല്ല. അപ്പോൾ എത്ര എണ്ണേ ഉള്ളൂ? 1. ഇനി നിങ്ങൾ നോക്കിയേ, 100.46 2 നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിലല്ലേ സീറോ വന്നേക്കുന്ന, ആ സീറോ എന്താ? സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ എത്ര